പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന നേതാവിൽ താൻ കണ്ടത് അധികാരമല്ല, മനുഷ്യനെയാണെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ആശാനാഥ്. ഭാരതത്തിന്റെ ആത്മാവിനെ തന്നെയാണ് താൻ അദ്ദേഹത്തിൽ കണ്ടത്. താൻ കാൽ തൊട്ട് വന്ദിച്ചപ്പോൾ നരേന്ദ്രമോദി തിരിച്ച് തന്റെ കാലുകൾ തൊട്ട് വന്ദിച്ചതിനെക്കുറിച്ച് വികാരാധീനയായി ആശാനാഥ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് മോദിയെ പുകഴ്ത്തിയത്. ആദരവോടെ താൻ കാലുകൾ തൊട്ട് വന്ദിച്ചപ്പോൾ അധികാരത്തിന്റെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി വിനയത്തോടെ എന്റെ കാലുകൾ തിരിച്ചു വന്ദിച്ചു. ആ നിമിഷം ഞാൻ എന്നെ തന്നെ മറന്ന് കണ്ണുകൾ അറിയാതെ നനഞ്ഞു. അത് ദുഃഖത്തിന്റെ കണ്ണീരല്ല, സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും കൃതജ്ഞതയുടെയും കണ്ണീരായിരുന്നു. ഈ നേതാവിൽ ഞാൻ കണ്ടത് അധികാരമല്ല, മനുഷ്യനെയാണ്, സംസ്കാരത്തെയാണ്, ഭാരതത്തിന്റെ ആത്മാവിനെ തന്നെയാണ് ആശാനാഥ് കുറിച്ചു. അതേസമയം പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് അനധികൃതമായി ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും സ്ഥാപിച്ച സംഭവത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് കരമന ജയനെതിരെ കേസ്. കോടതി വിധി ലംഘിച്ചതിനും പൊതുവഴി തടസ്സപ്പെടുത്തിയതിനുമാണ് കേസ്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. കോർപ്പറേഷൻ സെക്രട്ടറിയുടെ പരാതിയിലാണ് കേസ്. അനധികൃതമായി ഫ്ലെക്സ് വെച്ചതിന് നേരത്തെ സെക്രട്ടറി പിഴ ചുമത്തിയിരുന്നു. അനുമതിയില്ലാതെ ഫ്ലെക്സ് ബോർഡുകളും കൊടികളും സ്ഥാപിച്ചതിന് BJP സിറ്റി ജില്ലാ കമ്മിറ്റിക്ക് 20 ലക്ഷം രൂപ തിരുവനന്തപുരം നഗരസഭ പിഴയിട്ടിരുന്നു. അനധികൃതമായി സ്ഥാപിച്ച ബോർഡുകൾ നീക്കണമെന്നാവശ്യപ്പെട്ടിട്ടും പാലിക്കാത്തതിനാൽ BJP തന്നെ ഭരിക്കുന്ന കോർപ്പറേഷൻ പാർട്ടി സിറ്റി ജില്ലാ പ്രസിഡന്റിന് പിഴയടയ്ക്കാൻ നോട്ടീസ് അയച്ചത്. ബുധൻ വ്യാഴം ദിവസങ്ങളിലായാണ് ബോർഡുകളും ബാനറുകളും പ്രത്യക്ഷപ്പെട്ടത്. നടപ്പാതകൾക്ക് കുറുകെയും ഡിവൈഡറുകളിലും വരെ പ്രധാനമന്ത്രിയുടെയും BJP നേതാക്കളുടെയും ചിത്രങ്ങൾ അടങ്ങിയ ബോർഡുകളും ബാനറുകളും സ്ഥാപിച്ചിരുന്നു. ബോർഡുകൾ സ്ഥാപിച്ചതിനെതിരെ വ്യാപക പരാതിയാണ് ഉയർന്നത്. ഇതോടെ ഇവ 2 മണിക്കൂറിനുള്ളിൽ നീക്കണമെന്നാവശ്യപ്പെട്ട് വ്യാഴാഴ്ച വൈകിട്ട് BJP സിറ്റി ജില്ലാ പ്രസിഡന്റിന് കോർപ്പറേഷൻ കത്ത് നൽകി. എന്നാൽ നടപ്പാതയ്ക്ക് കുറുകെ സ്ഥാപിച്ച ബോർഡുകൾ മാത്രമാണ് മാറ്റിയത്. കാര്യമായ ഇടപെടൽ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. തുടർന്ന് വിമാനത്താവളം മുതൽ പുത്തരിക്കണ്ടം വരെയുള്ള റോഡിൽ സ്ഥാപിച്ച ബോർഡുകളുടെ കണക്കെടുക്കുകയും കോർപ്പറേഷൻ സെക്രട്ടറി പിഴ നോട്ടീസ് നൽകുകയുമായിരുന്നു.